നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജയ് ഹിന്ദിന്റെ തത്സമയ ആരോഗ്യ പരിപാടിയായ മെഡിടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ള ഡോക്ടർ KT പൗലോസ് സാറാണ്. ഹലോ സർ, നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. അദ്ദേഹം കോലഞ്ചേരിയിലുള്ള നെച്ചുപാടം ഡെന്റൽ ക്ലിനിക്കിന്റെ CEO ആണ്. അദ്ദേഹം നമ്മോട് സംസാരിക്കാൻ പോകുന്ന ദന്ത സംരക്ഷണവും അതിന്റെ ആധുനിക ചികിത്സാ രീതികളും. ഓക്കെ സർ, സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ എഫക്ട് ചെയ്യുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത് അത് ഈ പല്ലുകൾ പൊങ്ങി വരുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ചികിത്സാ രീതികൾ ഉള്ളത്? പല്ല് പൊങ്ങി വരുന്നതിന് പണ്ട് മുതലേ ഉള്ള ഒരു രീതിയാണ് കമ്പിയിട്ട് പല്ല് താത്തുക എന്നുള്ളത്. അതായത് ബ്രേസസ് എന്ന് പറയും, ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ്. അത് പല വിധത്തിലുള്ള ട്രീറ്റ്മെന്റുകളുണ്ട്. മെക്കാനിക്കൽ ട്രീറ്റ്മെന്റ് ആയിട്ടുള്ളത് പല വിധത്തിലുണ്ട്. പിന്നെ മറ്റൊരു രീതി പണ്ട് മുതലേ പ്രാക്ടീസ് വരുന്നതാണ് സർജിക്കൽ ഓർത്തഡോണ്ടിക്സ്. സർജിക്കൽ ഓർത്തഡോണ്ടിക്സ് എന്ന് പറഞ്ഞാൽ സർജറി ചെയ്ത് പല്ലിന്റെ മോണയുടെ പൊക്കം താത്തിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന വേറൊരു രീതി എന്ന് പറയുന്നത് എൻസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ആ പേഴ്സന്റെ ഒരു പ്രായപരിധി കഴിഞ്ഞു പോയി, കമ്പി ഇടാൻ സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഉപേക്ഷിച്ച കേസുകളെയാണ് ഞങ്ങൾ അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് വയസ്സ് ഒരു 20-25 മുകളിൽ പോയി പെട്ടെന്നൊരു കല്യാണം വേണം, അല്ലെങ്കിൽ 10-60 വയസ്സ് വരെ എന്നാലും പല്ല് പൊങ്ങിയതാണ്, മുൻവശത്തെ പല്ലിന് വിടവാണ്, അതൊക്കെ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പല്ലിന്റെ ആംഗുലേഷൻ കറക്റ്റ് ചെയ്തുകൊണ്ട് അതിനെ പെർമനന്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ പല്ല് കറക്റ്റ് ചെയ്ത് കൊടുക്കും. അതിനാണ് എൻസ്കോപ്പ് എന്ന് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പൊ അത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ് ഇൻ ദാറ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണയായിട്ട് അത് ഏതൊക്കെ സാർ പറഞ്ഞ കണ്ടീഷൻസിലൊക്കെ അത് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ സാധാരണ അത് ചെയ്യുന്ന രീതിയെ കുറിച്ചൊന്ന് പറയാമോ? അതായത് ഇപ്പം പ്രായം കൂടിപ്പോയി, പല്ല് താത്താൻ വേറെ മെത്തേഡ്സ് ആരും ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു ഉപേക്ഷിച്ചു വിടുന്ന പേഷ്യൻസ് ആണ് ഞങ്ങളെ അന്വേഷിച്ച് അധികവും വരാറുള്ളത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ പല്ല് പൊങ്ങിയതായിരിക്കും, ആ പൊക്കോ അല്ലെങ്കിൽ മുമ്പിലത്തെ പല്ലിന്റെ ഇടയ്ക്ക് തമ്മിൽ വിടവായിരിക്കും, അല്ലെങ്കിൽ ഏതിലെങ്കിലും എല്ലാം ഒരു കാണാൻ ആകപ്പാട് ഭംഗിയില്ലായിരിക്കും, അല്ലെങ്കിൽ കയറി ഇറങ്ങി നിൽക്കുന്ന പല്ലുകളായിരിക്കും, ക്രൗഡിങ് ഇങ്ങനെ അങ്ങോട്ട് നേരെ തെറ്റി നിൽക്കുന്ന പല്ലുകളായിരിക്കും. ആ നേരെ തെറ്റി നിൽക്കുന്ന പല്ലുകൾ ഉള്ളപ്പോഴും പ്രശ്നമായിരിക്കും. അത് ഇതുവരെ താത്താൻ സാധിച്ചില്ല, ഇപ്പൊ പെട്ടെന്നൊന്ന് നന്നാക്കി എടുത്താൽ കൊള്ളാവുന്ന ഒരു പേഴ്സണാലിറ്റി എൻഹാൻസ്മെന്റിന് വേണ്ടി തന്നെ, അല്ലെങ്കിൽ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഇച്ചിരി സുന്ദരനാവണം, സുന്ദരിയാവണം എന്ന് ആഗ്രഹിക്കുന്ന ഇപ്പോഴേ പറ്റുള്ളൂ. അങ്ങനെ വരുന്നവരാണ് ഈ പെട്ടെന്ന് ഇത് താത്തി കിട്ടണം. കാരണം കമ്പിയിട്ടുകൊണ്ട് നടന്ന് ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 1.5 കൊല്ലം, 2 കൊല്ലം, 3 കൊല്ലം വരെയൊക്കെ ട്രീറ്റ്മെന്റ് നീണ്ടുപോകും. അത് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അതായത് ടോളറേറ്റ് ചെയ്യില്ല. അപ്പൊ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ സാധാരണ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്കാവുമ്പോഴത്തേക്ക് ഒരു 15-10 വയസ്സിനും ഒരു 25 വയസ്സ് വരെയുള്ളവരെയൊക്കെ നമ്മൾ ചെറുപ്പക്കാരെന്നുള്ള നിലയിൽ കണക്കൂട്ടി കണ്ട ഒരു സൗന്ദര്യബോധം ഉണ്ടാവുന്ന കാലത്താണ് നമ്മൾ ഈ കമ്പിയിട്ട് പല്ല് താത്താനായിട്ട് നോക്കണത്. എന്നാന്ന് വെച്ചാൽ അതിന് ഈ ടോളറൻസ് വേണം. അപ്പൊ പല്ല് നാലെണ്ണം പറിച്ചു കളയണം. പല്ല് പറിച്ചു കളഞ്ഞിട്ട് കമ്പി കെട്ടി, അത് അതിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്, പല മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റ് ഉണ്ട് അതിൽ തന്നെ ഫിലോസഫി അനുസരിച്ച്. അപ്പോ അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ പൊക്കം താത്തിയെടുക്കാം. അത് മോണ പൊങ്ങിയത് പോലും നമുക്ക് താത്തിയെടുക്കാൻ പറ്റും അങ്ങനെ ഉള്ളപ്പോൾ. അതേസമയത്ത് ഇപ്പൊ എൻസ്കോപ്പ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെയ്യുന്ന മെത്തേഡിനകത്ത് മോണ താത്തൽ നടക്കില്ല. പല്ലിന്റെ ആംഗുലേഷൻ നമ്മൾ മാറ്റുകയാണ്. ഇങ്ങനെ മലച്ചു നിൽക്കുന്ന പല്ലിനെ നമ്മൾ ഇങ്ങനെ താത്തിക്കൊണ്ട് 4-5 മില്ലിമീറ്റർ പല്ല് പൊക്കം താത്തിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഫേസ് ലെവലായി വരും. അപ്പൊ അതുകൊണ്ട് ആ ട്രീറ്റ്മെന്റ് പെട്ടെന്ന് തീരുകയും ചെയ്യും. ആകെ 2 പ്രാവശ്യം വന്നാൽ മതി, ഒരാഴ്ച ഇന്റർവെല്ലില്. അപ്പൊ ഇപ്പൊ ഒത്തിരി അകലിൽ നിന്നുള്ള പേഷ്യൻസും വന്നുകൊണ്ട് അവരുടെ പ്രശ്നം തീർന്നു കിട്ടണം. ആകെ 2 പ്രാവശ്യം വരണം എന്നുള്ള നിലയിൽ വരുമ്പോഴത്തേക്ക് അവർക്ക് അത് എളുപ്പമായിട്ട് തോന്നും. കമ്പിയിട്ട് ഈ 1.5 കൊല്ലക്കാലം വരുമ്പോഴത്തേക്കും പല പ്രാവശ്യം വന്ന് ദേ ഗെറ്റ് ഫെഡ് അപ്പ്. പക്ഷെ അതിന്റെ അഡ്വാൻറ്റേജ് ഒന്ന് വേറെ, ഇതിന്റെ അഡ്വാൻറ്റേജ് ഒന്ന് വേറെ എന്ന് നമുക്ക് പറയാതിരിക്കാം. സാർ പറഞ്ഞു ഇപ്പൊ പല്ലിന്റെ മോണ തകർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പിന്നീട് അതിനു വേണ്ടി സെപ്പറേറ്റ് ട്രീറ്റ്മെന്റ് എന്തെങ്കിലും എടുക്കണോ? ചില ആൾക്കാർക്ക് മോണ പൊങ്ങിയതായിരിക്കും അവരുടെ പ്രശ്നം. പല്ല് പൊങ്ങിയതിനേക്കാൾ മോണയായിരിക്കും, പൊങ്ങിയ മോണയിൽ പൊങ്ങിയ പല്ലായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏറ്റവും നല്ലത് സർജിക്കൽ ഓർത്തോഗ്നാറ്റിക് സർജറി എന്ന് പറഞ്ഞിട്ട് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആയിരിക്കും അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്. അത് ഞങ്ങൾ ചെയ്യില്ല. അത് ഓർത്തോഗ്നാറ്റിക് സർജൻസ് ഉണ്ട്, MDS ഓറൽ സർജറിയിൽ MDS എടുത്തവര് ആണ് ആ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ അത് ജനറൽ അനസ്തേഷ്യ കൊടുക്കണം. ഒരു മേജർ സർജറി, അതിപ്പോ ചിലരുടെ മേളത്തെ താട പൊങ്ങിയതായിരിക്കും, അല്ലെങ്കിൽ ചിലരുടെ അടിയിലത്തെ താട നീണ്ടതായിരിക്കും. അതൊക്കെ വെട്ടി കറക്റ്റാക്കി ലെവലിലേക്ക് കൊണ്ടുവന്ന് സുന്ദരനാക്കി എടുക്കാം. അത് പക്ഷേ ഇറ്റ്സ് മേജർ സർജറി എന്നുള്ളത് കൊണ്ട് പലർക്കും, ഇപ്പൊ എന്റെ അടുക്ക് വന്നിട്ടുള്ള പല പേഷ്യൻസും പറഞ്ഞിട്ടുണ്ട് ഒരു സർജറി വേണ്ട ഡോക്ടറെ, അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചോണ്ട് വരും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് പരമാവധി ചെയ്തു കൊടുക്കാം എന്നുള്ളതേ ഉള്ളൂ. അതായത് ഇപ്പൊ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നമുക്ക് താത്തി കൊടുക്കാവുന്നിടത്തോളം താത്തി കൊടുക്കാൻ പറ്റും. അതിൽ കൂടുതൽ നമുക്ക് സാധിക്കും, ലിമിറ്റേഷൻ ഉണ്ട്.